ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിലേക്കും ശ്വേതാ മേനോൻ അടക്കമുള്ള ഭാരവാഹികളുടെ ഈ വരവിലേക്കും വഴിവെച്ചത് എന്ന് നമ്മൾ ആ ഡാറ്റ ഷീറ്റിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അത് വസ്തുതയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെയാണ് ഇവരെല്ലാവരും രാജിവെച്ച് പോവുകയും അമ്മയെ കുഴപ്പമാവുകയും ഇങ്ങനൊരു പുതിയ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുക സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത് നന്നായിട്ട് പര്യവസാനിച്ചു. നമ്മൾ ആദ്യ ദിവസം തന്നെ ശ്വേതാ മേനോൻ്റെ പേര് വന്നപ്പോൾ തന്നെ നമ്മൾ RDX രണ്ടുപേരും പറഞ്ഞത് അവർ വന്നാൽ നന്നായിരിക്കും, അവർ 10-32 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആളാണ്, എല്ലാവരും അറിയാവുന്ന ആളാണ് എന്നൊക്കെയാണല്ലോ. നന്നായി. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇവരുടെ വരവിലേക്ക് വഴിവെച്ചത് എന്ന് പറയുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് വഴിവെച്ചത് എന്താണ്? അത് WCCയുടെ ഇടപെടലാണ്. അതായത് പെൺകുട്ടി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം കുറേ നടിമാർ ആളുകൾ വളരെ ബോൾഡായിട്ട് ഇതുപോലെ ഇൻഡസ്ട്രിക്കകത്തേക്ക് വന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അവർ വളരെ ധീരമായിട്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്കൊക്കെ വരേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണമായി. അമ്മ പൊളിഞ്ഞു വീണു. വീണ്ടും അത് ഇങ്ങനെ സ്ത്രീകൾ മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് അവിടെ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്ന വേദികളിലൊന്നും, വോട്ടെടുപ്പ് നടന്ന സ്ഥലത്തൊന്നും, ആ ഹാളിലൊന്നും WCCക്കാരില്ലായിരുന്നെങ്കിലും അവരുടെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ അതിലേറ്റവും കരുത്തുറ്റ സാന്നിധ്യമായിരുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവരാണ് ഇതിലേക്ക് കാര്യങ്ങളെ നയിച്ചത്. അതുകൊണ്ടാണ് അവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായത്. ആ വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായതുകൊണ്ടാണ് പല പുരുഷ നേതാക്കൾക്കും ഈ സംഘടനയുടെ അധ്യക്ഷ പദവിയും മറ്റും കാംക്ഷിച്ച പല ആളുകൾക്കും, അധികാര പദവി കാംക്ഷിച്ച പല ആളുകൾക്കും മത്സരിക്കാൻ പോലും ആകാഞ്ഞത്. അതുകൊണ്ടുകൂടെയാണ് സ്ത്രീകളായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള കൊള്ളാവുന്ന ആളുകൾക്ക് ആ സ്ഥാനങ്ങളിലേക്ക് വരാൻ പറ്റിയത്. അതുകൊണ്ട് ഇതിന് കാരണക്കാരായത്, ശ്വേതാ മേനോൻ്റെ അധികാരാരോഹണത്തിലേക്കുള്ള വരവിന് കാരണക്കാരായത്, അൻസിബ ഹസൻ അടക്കമുള്ള ആളുകളുടേത് മറ്റെല്ലാ ആളുകളുടെയും ഈ സ്ഥാനത്തേക്കുള്ള വരവിന് കാരണമായത് WCC ആണ്. അതിനകത്തുള്ള പെൺകുട്ടികളാണ്, നടിമാരാണ് എന്ന് പറഞ്ഞാൽ ഒരു പിശകും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.